ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് സദ്യ സ്റ്റൈൽ ഒരു നാടൻ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പൊതുവെ എല്ലാവരും തുവരപ്പരിപ്പ് വെച്ചിട്ടാണല്ലോ സാമ്പാർ ഉണ്ടാക്കുക. ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കി കാണിക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള സാമ്പാറാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. അതിന് പുറമേ ഇത് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ സാമ്പാറായിരിക്കും കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കൂടെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 100 ഗ്രാമോളം വരും. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുക്കറിലേക്ക് ഇടാം. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ തുവരപ്പരിപ്പും കടലപ്പരിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. തുവരപ്പരിപ്പ് നമ്മൾ പറഞ്ഞാൽ സാമ്പാർ ദാൽ എന്നൊക്കെ പറയും. അതിങ്ങനെ അധികം കട്ടിയില്ലാതെ ആയിരിക്കും. കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കട്ടി ഉണ്ടായിരിക്കും. തുവരപ്പരിപ്പിനൊക്കെ കട്ടി കൂടും. പിന്നെ നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്നതാണ് ഈ കടലപ്പരിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കടലപ്പരിപ്പ് എങ്ങനെയാണ് വേവിക്കുന്നത് വെച്ചാൽ അതുപോലെ വേവിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ വല്ലാതെ അങ്ങനെ ഉടഞ്ഞു പോണ്ട, അല്ലാത്ത രീതിയിൽ വേവിച്ചെടുത്താൽ മതി. പരിപ്പ് വേവിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം കട്ടിക്കായ, ഒരു 5-6 ഗ്രാം കട്ടിക്കായം കൂടിയും ചേർത്തിട്ട് പരിപ്പ് വേവിക്കുകയാണെങ്കിൽ സാമ്പാറിന് കുറച്ചും കൂടി രുചിയും മണമൊക്കെ കൂടും കേട്ടോ. ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിക്കായം യൂസ് ചെയ്യാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ കുമ്പളങ്ങയുടെ കഷ്ണം കേട്ടോ, ഒരു 75-80 ഗ്രാംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ, ഒരു ഉണ്ട വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ഒന്ന് ചെറുത്, ഒരു മീഡിയം സൈസുള്ളത് ഒരു ഉണ്ട വഴുതനങ്ങ. പിന്നെ അതുപോലെ തന്നെ റാഡിഷ്, അതായത് മുള്ളങ്കി, ഒരു വലിയൊരു മുള്ളങ്കിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു 4-5 കറിവേപ്പില, 1-2 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എണ്ണയിലൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. 3-4 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി വഴറ്റാനുള്ളതല്ല കേട്ടോ. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണിത്. പിന്നെ കുറച്ച് മല്ലിയില വേണം, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി വേണം. അപ്പോൾ അതാ അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് റെഡി ആയിരിക്കണു. പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ വെന്ത് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എപ്പോഴും പരിപ്പ് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണേ ഉള്ളൂ, വല്ലാതെ ഉടച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആ വെജിറ്റബിൾസൊക്കെ ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള പൊടികളൊക്കെ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും. ഇത് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ 1.25 മുതൽ 1.5 വരെയൊക്കെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിപ്പോൾ LGയുടെ കായത്തിൻ്റെ ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അനുസരിച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡാണ് കായത്തിൻ്റെ പൊടി ചേർക്കുന്നത് വെച്ചാൽ അപ്പോൾ അതിന് ഫ്ലേവർ കുറവാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇത് വിസിൽ വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഞാനിത് അടപ്പ് വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ വെറുതെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, വെയിറ്റൊന്നും ഇടുന്നില്ല. ഇനി ഇത് തിള വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 10-12 മിനിറ്റ് വേവിക്കുക. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഈ വെണ്ടയ്ക്കും അതുപോലെ തന്നെ സവാളയും പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു വെളുത്തുള്ളി ഒന്ന് നെടുകെ കീറിയതാണത്, ഒരു വലിയൊരു വെളുത്തുള്ളി നെടുകെ കീറിയത്, അത് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കും സവാളയൊക്കെ നേരിട്ട് സാമ്പാറിലിട്ടാൽ സാമ്പാറിനൊരു മധുര ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പും ഉണ്ടാവും. ഇത് രണ്ടും പോകാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കും സവാളയൊക്കെ ഒന്ന് വഴറ്റി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇതിന് മുന്നേ കാണിച്ച സാമ്പാറിലൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 12 മിനിറ്റോളം ആയിരിക്കുന്നു. 10 മിനിറ്റ് ആയാലും മതി. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ
പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1/4 ഭാഗത്തിലധികം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർക്കുക. ഈ പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 3-4 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ പുളി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം തക്കാളി ചേർക്കുക. വഴറ്റി വെച്ച വെണ്ടയ്ക്കും അതുപോലെ തന്നെ സവാളയും ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 2.5 കപ്പിന് പകരം 3 കപ്പ് വെള്ളം പരിപ്പ് വേവിക്കുമ്പോൾ ചേർത്താലും മതി. ഞാൻ പിന്നീടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ വെണ്ടയ്ക്കൊക്കെ പാകത്തിന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ പുളിയൊക്കെ കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായി ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. അവസാനം ഒരു ലേശം കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. പിന്നെ ഒരു 6 ചുവന്ന ഉള്ളി ഒന്ന് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒരു 2-3 ഉണക്കമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത്. ഉലുവയും കായമാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുക. എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക. അധികം ചൂടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ കുറച്ച് സാമ്പാർ ആ പാനിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ച് വീണ്ടും ഒഴിക്കുക. അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു കാര്യം വിട്ടുപോയിരിക്കുന്നു. ഇതിൽ ഒരു കഷ്ണം ശർക്കര ചേർക്കണം. ഒരു ലേശം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ അത് ചേർക്കുമ്പോൾ ആ പുളിയൊക്കെ ഒന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. എന്നിട്ടത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കുറുകിയിരിക്കണ നല്ല സാമ്പാറാണ് കേട്ടോ. നിങ്ങൾക്ക് കട്ടി കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കാവുന്നതാണ്. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്